Welcome back to my YouTube channel, Food for my Wife. എവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. കൊറോണ കാലത്ത് എല്ലാവരും വളരെ സുരക്ഷിതരായിരിക്കുക. സ്കൂളെല്ലാം തുറക്കാൻ പോകുന്നു. കുട്ടികളെല്ലാം വളരെ അലേർട്ടായിട്ടിരിക്കുക. വളരെ നാളുകൊണ്ട് സ്കൂളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു മുൻകരുതൽ ആദ്യ ദിവസം കഴിയുമെങ്കിൽ മാതാപിതാക്കൾ പോയി നോക്കുക. ക്ലാസ് റൂമെല്ലാം ഗവൺമെൻറ്റിൻ്റെതായ രീതിയിലെല്ലാം ചെയ്യുമെങ്കിലും നമ്മളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം, പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് യൂട്യൂബിൽ കൂടെ അല്ല വാട്സാപ്പിൽ കൂടെയൊക്കെ വന്ന് ചോദിക്കുന്നത് ഞാൻ കുക്കാണോ എന്നാണ്. ഞാൻ അതായത് പ്രൊഫഷണലായിട്ടൊരു കുക്കല്ല, പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ എന്നെ എല്ലാ ജോലികളും പഠിപ്പിച്ചിരുന്നു. എന്നുവെച്ചാൽ ഒരു പെൺകുട്ടി വീട്ടിൽ എന്തെല്ലാം ചെയ്യുന്നു അതേപോലെ തന്നെ എന്നെയും പഠിപ്പിച്ചു. കാര്യം ഞാനും എൻ്റെ അനുജനുമായിരുന്നു രണ്ടുപേരും. മൂത്തത് ഞാനായതുകൊണ്ട് ഇതിനെ ഈ മീന് പിന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കാനും അതിൻ്റെ ചേരുവകളും എല്ലാം അന്നൊക്കെ ഇതൊന്നുമല്ലല്ലോ. അന്നൊക്കെ നമ്മൾ അമ്മിക്കല്ലാണ് അരയ്ക്കാറുള്ളത്. ഇതൊക്കെ ചെയ്ത് വളർന്നതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരനായിട്ട് ഈ പാചകകല എൻ്റെ കൂടെ ജീവിതത്തിൽ വന്നു. അപ്പോൾ ഇപ്പോൾ ഞാനത് ഉണ്ടാക്കി എൻ്റെ വൈഫിന് കൊടുക്കുന്നു. സന്തോഷപൂർവ്വം നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ജപ്പാൻ മോഡലാണ്. ഞാൻ അതിനെ നമ്മുടെ രീതിയിൽ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വരൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇത് സാമ്പാർ ചീര എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്പിനാച്ച് ലീവ്സ് എന്ന് പറയും. അപ്പോൾ ഇതിന് നൈസായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ വീണ്ടും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല രീതിയിൽ ഇതിനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിവിടെ 2 ഗ്ലാസ് പാൽ, അതായത് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 200 ml ആണ് ഞാൻ അളന്ന് എടുത്തിരിക്കുകയാണ്. 2 ഗ്ലാസ് പാൽ, അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് പാൽ, 1 ഗ്ലാസ് വെള്ളം, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. 3 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് എണ്ണ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ഇതിനെ അടിച്ച് പിടിപ്പിക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ അരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ഗോതമ്പ് മാവ്, ഞാൻ ഇവിടെ 1.25 കപ്പ്, അതായത് നിയർ അബൌട്ട് 300 ഗ്രാം, ഏകദേശം ഒരു 300 ഗ്രാം ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവ് പ്രത്യേക ഒരു ഹെൽത്തി ആയിട്ടും, ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഈ നമ്മുടെ സാമ്പാർ കീര അല്ലെങ്കിൽ സ്പിനാച്ച് ലീവ്സ് കട്ട് ചെയ്ത് ഇട്ട് നന്നായിട്ട് അങ്ങ് പിടിപ്പിക്കുക. പിടിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ സാമ്പാർ ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് ഉലുവ ഇല വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മൾ മാവെല്ലാം ഈ പരുവം മതി, ഈ കട്ടി മതി. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിൽ ഞാൻ അല്പം എണ്ണ ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തും ആക്കി ഒരു നാപ്കിൻ പേപ്പർ വെച്ച് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലോണം തുടയ്ക്കുക. എന്നിട്ട് മാവ് ഇതേപോലെ ഒരു ചെറിയ കപ്പിലോ വല്ലതും എടുത്തതിന് ശേഷം കവർ ചെയ്യത്തക്ക രീതിയിൽ ഇതേപോലെ ഒഴിക്കുക. കൂടുതൽ കട്ടി വേണ്ട, നോർമൽ ദോശയുടെയൊക്കെ ഇതുണ്ടല്ലോ അത്രയും മതി. ഇത് മറിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ അല്പം എണ്ണ
നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എണ്ണയ്ക്ക് വേറെ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ മറിക്കുന്ന മുമ്പേ ഇതിനെ നോക്കുക, ഇതിൻ്റെ അടിവശം നല്ലപോലെ വെന്തിട്ടുണ്ടോ. എന്താ കണ്ടോ, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾക്ക് മുട്ട വേണ്ടെങ്കിൽ ചേർക്കേണ്ട. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആവും. അതിന് വേണ്ടിയാണ് ഇതിനെ മുട്ട നല്ലപോലെ നമുക്ക് പിടിപ്പിക്കണം. അപ്പം ഇതിൽ അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ ചുവന്ന വറ്റൽമുളക് ഒന്ന് ചതച്ച പൊടി അതായിരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്വല്പം നേരം കഴിഞ്ഞിട്ട് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. മുകളിൽ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ തീ വന്നിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചേക്കണം. ഇതേപോലെ കണ്ടോ, നല്ല അടിപൊളി, കാണാൻ തന്നെ എന്ത് രസമുണ്ട്. അപ്പോൾ ഈ ഇതിൽ എളുപ്പത്തിന് നമുക്കൊരു ഗോതമ്പ് മാവ് കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഗോതമ്പ് മാവ് അല്പം, അപ്പോൾ ഇതിൽ നല്ല ഹെൽത്തിയാണ്. ഇതിൽ പാലടങ്ങിയിട്ടുണ്ട്, മുട്ടയുണ്ട്, കീരയുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബാക്കി ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമുക്ക് ഇനി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ടല്ലേ, ഒരാളിന് ഒരു ഇതേപോലത്തെ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചൂടോടുകൂടി കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. കട്ട് ചെയ്ത് കാണിച്ചു തരാം. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് ബാക്കി ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സുരേഷ് നടൻ, ബൈ, ടേക്ക് കെയർ. അടിപൊളി പെട്ടെന്നുണ്ടാക്കണ ഒരു അടിപൊളി ആരോഗ്യം ഉണ്ടാകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതാ മുട്ട, ഗോതമ്പ് എല്ലാമൊക്കെ ഉണ്ട്. തിന്നാം, അടിപൊളിയാണ്. ഇത് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. അടിപൊളിയാണ്. നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ നല്ല ചാടി ചാടി നിൽക്കും. ജോലി ചെയ്യാനപ്പം നല്ല കൊറോണ കാലത്ത് അടിപൊളി ഇമ്മ്യൂണിറ്റി പവർ ഇത് കഴിച്ചാൽ ഒരുപാട് കിട്ടും. ഗോതമ്പ്, പഞ്ചസാര, ഇലവർഗ്ഗം എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നല്ല പവറാണ്. അടിപൊളി ആരോഗ്യം, ഹെൽത്തി. എല്ലാവരും ഉണ്ടല്ലോ, അടിപൊളി.